الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله مولانا العظيم. وقال شفيعنا رسول الله صلى الله عليه وسلم: جددوا إيمانكم بقول لا إله إلا الله، أو كما قال شفيعنا رسول الله صلى الله عليه وسلم. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച വലിയ ഔദാര്യവും വലിയ കരുണയുമാണ് ഈമാനികമായ സമൂഹത്തിൽ, ഈമാനിക കുടുംബത്തിൽ, ഈമാനികമായ പശ്ചാത്തലത്തിൽ, വഹ്ദാനിയത്തിൻ്റെ ജീവിത മേഖലകളിൽ അതിലെ ഒരംഗമായി ലോകത്തറിയപ്പെടുവാൻ അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുവാൻ സൗഭാഗ്യം നൽകി എന്നത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. തീർച്ചയായും ഈ അനുഗ്രഹത്തിന് തുല്യമായ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. ഇതിനോളം സമാനമായ അല്ലെങ്കിൽ ഇതിനോളം തുല്യമായ മറ്റേതെങ്കിലും ഒരു വിശേഷ ഗുണം ലോകത്ത് ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തെയും അവൻ്റെ വഹ്ദാനിയത്തിനെയും അതിനെ ഉൾക്കൊള്ളാനുള്ള മനോവിശാലതയും നൽകുക എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു എടുത്തു പറയുകയും ആ നിഅമത്തിനെ എന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുവാനും അല്ലാഹു തങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നതായി ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. അലം നശ്റഹ് ലക സദ്റക്, നബിയെ, അങ്ങയുടെ മാറിടത്തെ ബഹുദൈവ ആരാധകരുടെ പശ്ചാത്തലത്തിൽ നിന്നും അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കളെ ആരാധിക്കുന്ന കുടുംബ സാഹചര്യം, സാമൂഹിക സാഹചര്യം, അതേ പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അതിൽ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞുകൂടുന്ന എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഅബാലയത്തിൻ്റെതായ ചുറ്റുഭാഗത്തും നൂറുകണക്കായ വിഗ്രഹങ്ങളെ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപവിഷ്ടമാക്കിയിരിക്കുന്ന ആ കാലയളവിൽ വഹ്ദാനിയത്തിലേക്ക് തങ്ങളുടെ മനസ്സിനെ തുറന്നു നൽകി എന്നത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ആ വാക്കിനെ അല്ലെങ്കിൽ ആ സൂക്തത്തെ അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് എപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കും. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ വഹ്ദാനിയത്തിൻ്റെ ഈ മന്ത്രധ്വനിയെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് പുതുമയുള്ളതായി, അതിന് വളരെയധികം പ്രകാശമുള്ളതായി, അതിന് വളരെയധികം ഔന്നത്യമുള്ളതായി നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചോദിക്കുകയും ആ നിഅമത്തിനെ സർവ്വധന്മന എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുവാൻ അല്ലാഹു നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കളിൽ നിന്നും അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ഈ യാഥാർത്ഥ്യം വിളിച്ചോതുമ്പോൾ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴി കാണിച്ചു കൊടുത്തത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് എടുത്തു പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം മുഅ്മിനീങ്ങളുടെ വിഷയത്തിലും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ വിഷയത്തിലും അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ. അല്ലാഹുവിലേക്ക് അല്ലാഹു ഉദ്ദേശിച്ച ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു യഹ്ദി ഇലൈഹി മൻ യുനീബ്. അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥ ഇഴുകിച്ചേരാനുള്ള ഭാഗ്യം ലഭിച്ചാൽ അത് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന വിശേഷ ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിശേഷ ഗുണമാണ്. അത് അല്ലാഹുവാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഈമാൻ നൽകി ഉമ്മയും ഉപ്പയും മുഅ്മിനായതിൻ്റെ പേരിൽ നാം മുഅ്മിനീങ്ങളായി എന്നതിനേക്കാൾ ഉപരിയായി നമ്മളുടെ ഓരോരുത്തരുടെയും മനോമുഖരങ്ങളിൽ അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ സംബന്ധിച്ചുള്ള ഒരു മാനസികമായ വിശാലത നൽകി എന്നതിനേക്കാൾ വലിയ ഒരു ഔദാര്യം, വലിയ ഒരു അനുഗ്രഹം ഒന്നും നമുക്കാർക്കും അവകാശപ്പെടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഉപരിയായ ഒരു അനുഗ്രഹവും ലോകത്ത് അല്ലാഹു നൽകിയിട്ടുമില്ല. ആയതിൻ്റെ പേരിലാണ് ഈമാനിൻ്റെ അധികാരാകുവാൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന സത്യവിശ്വാസത്തിൻ്റെ സംബോധനയുടെ ഗണത്തിൽപ്പെടുവാൻ അല്ലാഹു ഭാഗ്യം നൽകി എന്ന് പറയുന്നത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. ആ അല്ലാഹുവിനേക്കാണ് നമ്മളെ വിളിക്കപ്പെടുന്നത്. അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിനെയും വഹദാനിയത്തിനെയും ഊന്നി പറഞ്ഞതിന് ശേഷമാണ് ആ ഊന്നി പറയൽ അല്ലെങ്കിൽ ആ വഹദാനിയത്തും റിസാലത്തും പ്രവാചകത്വവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ്വവ്യാപകമായി നിലകൊള്ളാനുള്ള അനിവാര്യമായ ഘടകം അല്ലെങ്കിൽ അനിവാര്യമായ വിശേഷ ഗുണം നമസ്കാരമാണ്. ആ നമസ്കാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിൻ്റെ വഹദാനിയത്തിൻ്റെ തഹത്തിനാണ്, താഴെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്കിൻ്റെ ധ്വനികളിലൂടെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിനേക്കുള്ള ക്ഷണമാണ്. ആ ക്ഷണത്തിന് മറുപടി നൽകിയിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹു നമുക്ക് മനോവിശാലത നൽകി എന്ന് പറയുന്നത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ്, കരുണയാണ്. ഇതേ നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കണ്ണോടിച്ചു നോക്കിയാൽ അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള അതിർവരമ്പുകൾ അഥവാ നിർബന്ധമായ കടമകൾ തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ. അല്ലാഹു ഒരു അതിർവരമ്പുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ ലംഘിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കപ്പെടുമ്പോൾ ആ അതിർത്തിയെ സൂക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന അതിർ ലംഘിക്കാതിരിക്കുന്നതിന് നമുക്ക് സർവ്വവിധമായ സാഹചര്യങ്ങളും അനുകൂലമാക്കി തരുന്നത് നമ്മുടെ നമസ്കാരമാണ്, നമ്മളുടെ നോമ്പാണ്, നമ്മുടെ സക്കാത്താണ്, നമ്മളുടെ ഹജ്ജാണ്, നമ്മുടെ ഖുർആൻ പാരായണമാണ്, നമ്മുടെ അല്ലാഹുവിൻ്റെ സ്മരണയാണ്, അനബിതങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. അഥവാ സാലിഹായ മുഴുവൻ അമലുകളും എല്ലാ സന്ദർഭങ്ങളിലും ഒരു മനുഷ്യനെ അല്ലാഹുവിൻ്റെ വഹദാനിയത്തിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ, അതിൻ്റെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ, അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ, അല്ലാഹു തിരഞ്ഞെടുത്ത സമൂഹത്തിൽ ഉൾപ്പെടുവാൻ നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത വലിയ അനുഗ്രഹം ഈമാൻ നൽകി. ഈമാനിനെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന വഴിയാകുന്ന നമസ്കാരത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ചു. അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും എന്ത് ധാരണയാണ്, നാം ആരാണ്, നാം ആരുടേതാണ്, നാം എവിടെയാണ് ജീവിക്കുന്നത്, നാം എന്താണ് ഉപയോഗിക്കുന്നത്, നാം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധമായ വസ്തുതകളും
അത് അള്ളാഹുവിൻ്റെ മിൽക്കിയത്തിൽ മാത്രം, ഉടമസ്ഥാവകാശത്തിൽ മാത്രം പരിമിതമായ വസ്തുക്കളാണ്. അതിനകത്ത് യാതൊരാൾക്കും ഒരു നിലയിലുള്ള അവകാശവും ഉന്നയിക്കാനുള്ള വഴിയില്ല. ലഹു മാഫി സമാവാതി വമാഫിൽ അർദ്. ഈ ലോകത്ത് കാണുന്ന വാനലോകങ്ങളിലും അതേ പ്രകാരം തന്നെ ഭൂമിയിലും വ്യാപകമായി കിടക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും അധികാര അവകാശം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനകത്ത് ആരുടെയും ഒരു നിലയിലുള്ള പങ്കാളിത്തവും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന കാര്യം അറിയിക്കുകയും ആരെങ്കിലും അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ അവൻ്റെ ഒരു അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ല എന്നും പരിശുദ്ധമായ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം നമ്മളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് നമ്മളുടെ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെയാണ്, ഏകത്വത്തെയാണ്. അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളൂ എന്നതിനുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും. മുഅ്മിന്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തിലൂടെ നിയമമാക്കിയിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളുടെയും മാനദണ്ഡം, മുഴുവൻ കർമ്മങ്ങളുടെയും അടിസ്ഥാനം ഒരു മനുഷ്യ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം, അള്ളാഹുവിനെ പറ്റിയുള്ള ഏകത്വം അത് രൂഢമൂലമായാൽ അതൊരിക്കലും വ്യതിചലിച്ചു പോകരുത്, അതിൽ നിന്ന് മാറിപ്പോകരുത്. ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു പ്രത്യേകമായ നിമിഷമാണ്, ആ നിമിഷത്തിൽ പോലും അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളെ വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ, അബ്റാറുകൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നിന്നിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അടുപ്പിച്ചതിന് ശേഷം, നിന്നിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ഇണക്കമുള്ളതാക്കിയതിനു ശേഷം ഒരു നിമിഷം പോലും ആ വഴിയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിച്ച് കളയല്ലേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് അള്ളാഹു അവൻ്റെ പ്രത്യേകമായ അടിയാറുകൾ എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും മീഡിയകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കാണുന്ന സംഭവമാണ്. ഇത് കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, എല്ലാ ഇബാദത്തുകളിലും ബന്ധപ്പെടുന്നവരാണ്, എല്ലാ നന്മയായ സ്വഭാവത്തിൻ്റെയും അഹലുകാരാണ്. ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദോഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ നിമിഷത്തിൽ അദ്ദേഹം സ്വയംഭൂവായി അല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയമായി. അല്ലാഹു കാക്കുമാറാകട്ടെ. മനുഷ്യ ഹൃദയത്തിൻ്റെ മാനസികമായ അവസ്ഥകൾ വ്യതിചലിച്ചു പോകുന്നതാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് ദുർബല നിമിഷത്തിലാണ് ആർക്കും അറിയാൻ സാധിക്കില്ല. കാരണം ഈ മനുഷ്യ മനസ്സുകളുടെ പരിപൂർണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാ സമയത്തും നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തേണമേ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലൂടെ പഠിപ്പിച്ചു, ഖുർആനിലൂടെ പഠിപ്പിച്ചു, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അതുകൊണ്ട് ഒരു നമസ്കാരത്തിന് ഹാജരാകാൻ ഭാഗ്യം ലഭിച്ചു, മുഅ്മിനീങ്ങളെന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇതൊരു അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ, ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നിലയിലുള്ള കളങ്കവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, മാനസികമായ വ്യതിയാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിനേക്കാൾ ബലിഷ്ഠമായ ഒരു വിശ്വാസ പ്രമാണത്തെയോ ഒരു അവലംബത്തെയോ ആർക്കും നമുക്ക് നൽകാൻ, സ്വീകരിക്കാൻ സാധ്യമാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്കലും ദുർബലമാകാത്ത ഒരു വലിയ ബലിഷ്ഠമായ കരാറാണ് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്. ലൻഫിസാമ ലഹാ, അത് മുറിഞ്ഞു പോകലേയില്ല. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ബലിഷ്ഠമായ കയറിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ആ കയറ് ഒരു സാഹചര്യത്തിനും ഒരു സന്ദർഭത്തിനും മുറിഞ്ഞു പോകുന്നതല്ല.
ആ നിലയിൽ ദൃഢമായ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ കേന്ദ്രമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു വഹ്ദാനിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ എന്നോട്, നിങ്ങളോട്, നമ്മളുടെ ഓരോരുത്തരോടും, മുഴുവൻ മനുഷ്യരോടും നിർദ്ദേശിക്കുന്നതിൻ്റെ പശ്ചാത്തലം. ആ അള്ളാഹുവിനെ അറിയുവാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവിൻ്റെതായ കഴിവുകളെ ബോധ്യപ്പെടുത്തുവാൻ, അതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഒരു മനുഷ്യ മനസ്സിന് എപ്പോഴും അവസരമുണ്ടാകണം. ഏത് സമയത്താണ് നമ്മളുടെ റൂഹ് പിരിയുക എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയാൻ കഴിയുകയില്ല. ആ പിരിയുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മനസ്സ് അള്ളാഹുമായി ലയിച്ചു ചേരുന്നതായിരിക്കണം. അർ-റഫീഖൽ അഅ്ലാ, തങ്ങളുടെ അവസാനത്തെ വാക്കതായിരുന്നു അർ-റഫീഖൽ അഅ്ലാ, പരമോന്നതനായ അള്ളാഹുവുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് ഞാൻ എൻ്റെ അവസാന സമയത്ത് നിന്നോട് ആവശ്യപ്പെടുന്നത്. അർ-റഫീഖൽ അഅ്ലാ, അള്ളാഹുവുമായുള്ള ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് സമയവും അവൻ കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോയാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകിയാൽ ആ റൂഹിനെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ മന്ത്രധ്വനികൾ ആരും പറയാതെ, ആരും പറയിപ്പിക്കാതെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ നമ്മളുടെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ജീവിതമുണ്ടായിരുന്നാൽ തീർച്ചയായും നമ്മുടെ അവസാന സമയത്തും അത് നമുക്ക് ഫലപ്പെടുന്നതായ നിലയിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ സമയവും തിരിഞ്ഞതായിരിക്കണം. അള്ളാഹുവിൽ നിന്നും ഒരു സമയവും നമ്മൾ മുറിഞ്ഞു പോകാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. ഈ ഒരു ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളതായ നിർദ്ദേശങ്ങളാണ്. അള്ളാഹു ആരാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്, മുഴുവൻ ലോകത്തിൻ്റെയും പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെന്തെല്ലാം അള്ളാഹു അല്ലാത്ത ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എല്ലാം നന്മയുടെ ഉത്ഭവ കേന്ദ്രം അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നുള്ളതാണ് പ്രകാശം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് സത്യം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് ശാന്തി. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ശാന്തിയാണ്, സമാധാനമാണ്. സമാധാനത്തിൻ്റെ ഗേഹമാകുന്ന സ്വർഗത്തിലേക്കാണ് അതിൻ്റെ മടക്കം. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളാണ്. ആ നിലയിൽ അള്ളാഹു ആരാണ് എന്ന് പറയുന്ന ഭാഗത്ത് അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്, മുഴുവൻ ലോകങ്ങളുടെയും പ്രകാശ ഗോപുരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലലാലിയത്ത്, വഴികേട്, ദുർമൂർത്തികളുടേതായ പ്രവർത്തനങ്ങൾ, വഞ്ചന, കളവ്, അതേ പ്രകാരം അനാവശ്യമായ മോശമായ മുഴുവൻ പ്രവർത്തനങ്ങളും അത് ഏത് നിലയിലുള്ളതായിരുന്നാലും അതിൻ്റെ എല്ലാം കേന്ദ്രം അത് ദുർമൂർത്തികളാണ്, പൈശാചികമാണ്, ദുർമന്ത്രമാണ്. റബ്ബന ലാ തുസിഉ ഖുലൂബന. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുമായുള്ള ബന്ധം നമ്മുടെ ഹൃദയത്തിൽ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹിയ, ഉറക്കവും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്, ഉണർച്ചയും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹ് എന്ന് പറയുന്ന ഒരു പദം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നമ്മളുടെ ആത്മാവിനോട് ചേർത്ത് പറയാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവർ അല്ലാഹുവിൻ്റെ ദാസന്മാരാണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്ക് യാതൊരു ദുഃഖവുമില്ല. അല്ലാഹു അല്ലാഹു അല്ലാഹ്. സർവ സാഹചര്യങ്ങളിലും എൻ്റെ ആത്മാവിൻ്റെ ലയനം അല്ലാഹുമായിട്ടാണ്. അത് ഏത് സാഹചര്യമായിരുന്നാലും മഹത്തുക്കൾ ആ നിലയിലാണ് അല്ലാഹുമായി, അല്ലാഹുവിൻ്റെ വിലായത്തിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂതു യുഖ്രിജൂനഹും മിനൽ ളുലുമാതി മിനൻ നൂരി ഇലൽ ളുലുമാത്
അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആൾക്കാരുടെയും ആ സംരക്ഷകൻ, അല്ലെങ്കിൽ രണ്ട് വിഭാഗം ആൾക്കാരെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് വിഭാഗം ആൾക്കാരുടെയും മാനസികമായ ചേർച്ച എന്തിനോടാണെന്ന് പറയുകയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യത്തിൻ്റെ അകലുകാരുടെ സ്നേഹിതനാണ് അല്ലാഹു. ഒരു മൈത്രി ബന്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു സ്നേഹബന്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലാഹുവുമായിട്ടുള്ള മഹബത്തിനെ പോലെ വേറൊരു വസ്തുക്കൾക്ക് നമുക്ക് മഹത്വം കൽപ്പിക്കാൻ കഴിയുകയില്ല. അല്ലാഹു വലിയുല്ലദീന ആമനു. ഇനി അധികാരിയാണ്, സംരക്ഷകനാണ്, രക്ഷകർത്താവാണ്. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളുടെയും സർവ്വ ആധിപത്യങ്ങളും ഉൾക്കൊള്ളുന്ന നിലയിലുള്ള വിശേഷ ഗുണമാണ് അല്ലാഹു വലിയുല്ലദീന ആമനു. സത്യവിശ്വാസികളുടെ സംരക്ഷകൻ അല്ലാഹുവാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം അല്ലാഹുവിനെ പറ്റി അറിയുമ്പോൾ, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈമാനിൻ്റെ മടക്കം അങ്ങോട്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. അല്ലാഹു അല്ലാത്ത ഒരു വസ്തുവിലേക്കും, സത്യമല്ലാത്ത ഒരു കാര്യത്തിലേക്കും ഈമാനിന് യോജിക്കാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു ലാ യക്ദിബ്. മുഅ്മിനാണോ അവൻ കളവ് പറയുകയില്ല. കളവ് പറയുന്നവരെല്ലാവരും മുഅ്മിനീങ്ങളാണെന്നുള്ള അർത്ഥമല്ല ഇതിനുള്ളത്. ഈമാൻ അവൻ്റെ ഹൃദയത്തിൽ, അല്ലാഹു അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിലൂടെ മൂലമായവനാണോ, അവൻ്റെ നാവിൽ നിന്നും കളവ് പുറപ്പെടൽ അസാധ്യമാണ്, സാധിക്കുകയില്ല. അൽ മുഅ്മിനു ലാ യക്ദിബ്. മുഅ്മിനാണോ അവൻ കളവ് പറയുകയില്ല. ലൈസ ശൈഉൻ അഅളമ ഇൻദല്ലാഹി മിൻ മുഅ്മിൻ. ഒരു മുഅ്മിനേക്കാൾ ആദരണീയമായ ഒരു വസ്തുവും ലോകത്തില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ഈമാനിൻ്റെ അകലുകാർ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഇത് പറയാൻ അല്ലെങ്കിൽ ഇത് പഴഞ്ചനല്ലേ, നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നവരാണ്. അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. എവിടെ കൂടിയിരുന്നാലും എന്ത് പറഞ്ഞാലും അല്ലാഹു അനുഗ്രഹം ചെയ്തു, അല്ലാഹു മുഅ്മിനാക്കി, നമസ്കരിക്കാൻ ഭാഗ്യം നൽകി, നമസ്കരിച്ചതിന് ശേഷം അല്പനേരം ഇൽമിൻ്റെ മജ്ലിസിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇതെല്ലാം വലിയ അനുഗ്രഹമാണെന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി? അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു സത്യവിശ്വാസികളുടെ അധികാരിയാണ്, സംരക്ഷകനാണ്, കാത്തു സൂക്ഷിക്കുന്നവനാണ്. അല്ലാഹു ഓരോ സത്യത്തിൻ്റെ അകലുകാരോടും ഇഴുകിച്ചേരുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറയുകയാണ്, അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ, അല്ലാഹു യഹ്ദി ഇലൈഹി മൻ യുനീബ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹ് എന്ന് ആരംഭിക്കുന്ന ഖുർആനിലെ ഒട്ടനവധി ആയാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ആയാത്തുകളിൽ നിന്ന് ചില ആയത്തുകളുടെ ആരംഭമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വികാരം, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിചാരം, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഉറക്കം, അവൻ്റെ കച്ചവടം, അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ വ്യക്തി ജീവിതം, അവൻ്റെ സാമൂഹിക ജീവിതം, അവൻ്റെ കച്ചവടം, അതിൻ്റെ ഔദ്യോഗികത, അവൻ്റെ കൃഷി, അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവാണ് ഇതിൻ്റെ എല്ലാം അധിപൻ എന്ന നിലയിൽ കൂടിയിട്ടുള്ള ചിന്തയോടുകൂടി ഇതുമായി ഇഴുകിച്ചേരാൻ ആർക്കെങ്കിലും സാധ്യം ലഭിച്ചാൽ അത് അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അല്ലാഹുവാണ് അവരെ അന്ധകാരങ്ങളിൽ നിന്നും ദുർമൂർത്തികളുടെ വഴികളിൽ നിന്നും പ്രകാശത്തിൻ്റെ വഴിയാകുന്ന വഹ്ദാനിയത്തിൻ്റെ വഴിയാകുന്ന അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ എല്ലാം പ്രകാശഗോപുരമാകുന്ന അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് ലയിക്കാൻ ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അല്ലാഹു നൽകിയവൻ്റെ തൗഫീഖാണ്. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാറുള്ള കാര്യമല്ലേ? അല്ലാഹുവിൻ്റെ ഇബാദത്തിനായി, അല്ലാഹുവിൻ്റെ സൽക്കർമ്മങ്ങളിലായി നിലയുറപ്പിക്കാനുള്ള തൗഫീഖിനെ നാം അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ്. ഇത് വലിയ ആവശ്യമാണ്, അത്യാവശ്യമാണ്, ചോദിക്കൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്, ഒരു സമയത്തും അല്ലാഹുവിൽ നിന്നും എൻ്റെ ഹൃദയത്തെ നീ വ്യതിചലിപ്പിച്ച് കളയല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുവാൻ. അങ്ങനെ ദുആ ചെയ്യുന്നവർ സ്വാലിഹീങ്ങളാണ്, അബ്റാറുകളാണ്, മുത്തഖീങ്ങളാണ്, മുഖ്ലിസീങ്ങളാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ഭാഗത്തും ഈ നിലയിലുള്ള സർവ്വ ആശയങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കാൻ സമയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഉൾക്കൊള്ളുവാനും അല്ലാഹുവിൻ്റെ വിശ്വാസം മനുഷ്യ മനസ്സുകളിൽ രൂഢമൂലമാക്കുവാനും നൽകിയ ഈ നിഅമത്ത്, ഇതിനോടോ സമാനമായ ഒരു നിഅമത്തുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഅമത്ത് ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യൻ. അത് പ്രവാചകനാകാം, അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകാം, സഹാബത്താകാം, താബിഈങ്ങളാകാം, സലഫുസ് സാലിഹീങ്ങളാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആ നിലയിലുള്ള ബന്ധമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു ഒരു മനുഷ്യ മനസ്സിലേക്ക് ലയിച്ചു ചേരാനുള്ള ഭാഗ്യം ലഭിച്ചാൽ പിന്നെ അവർക്ക് പേടിയില്ല, ഭയമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്തുണ്ടാകണം? അല്ലാഹുവുമായി മനസ്സ് ഇഴുകിച്ചേരണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കിൻ, അല്ലാഹു ഏകനാണ്. ഏകനാണ് എന്ന് പറയുമ്പോൾ ഒരു ഏകാന്തതയും അല്ലെങ്കിൽ ഒരു ഭാഗികമായ എന്തെങ്കിലും നിലയിലുള്ള ഇടപാടുകളുടേതായ സൗകര്യമില്ലാത്ത ഒരു ഏകാന്തമായ ജീവിതം അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന എല്ലാ വിശേഷ ഗുണങ്ങളും നമ്മളുടെ ശരീരങ്ങളുമായി ബാഹ്യമായ ചുറ്റുപാടുകളുമായി ചേർത്ത് പറയാവുന്നതല്ലാതെ അതിന് ഭാഷയോ അതിൻ്റെ നിലയിലുള്ളതായ തർജിമകളോ ഒന്നും നമ്മുടെ മനുഷ്യ കഴിവുകൾപ്പെട്ടതല്ലാത്തതിൻ്റെ പേരിൽ ബലഹീനത പ്രകടിപ്പിക്കുകയാണ്. തികച്ചും അല്ലാഹുവിനോട് ചേർത്ത് പറയുന്ന അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാഹു നിലകൊള്ളുന്നവനാണ്, അല്ലാഹു സംരക്ഷകനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ മേഖലകളുമായി ബന്ധപ്പെട്ടതിൻ്റെ മലയാള ഭാഷ പറയുന്നത് എന്നുള്ളതല്ലാതെ അല്ലാഹുവിനോട് ചേർത്തുള്ള ഒരു വിശേഷ ഗുണങ്ങളും യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിലോ അതിൻ്റെ ഭാവത്തിലോ അതിൻ്റെ ആഴമേറിയ അർത്ഥത്തിലോ ഒരാൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അത് തന്നെയാണ് പറഞ്ഞത്. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ നിർവചിക്കാൻ ഒരാൾക്കും സാധ്യമില്ല. അല്ലാഹു അലമു ബിമുറാദിഹി ബിഹി. അലിഫ് ലാം മീം ഉദ്ദേശം അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അലിഫ് ലാം റാ ഉദ്ദേശം അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അലിഫ് ലാം മീം സ്വാദ് അല്ലാഹുവിനെ മാത്രമാണ് അറിയുന്നത്. അലിഫ് ലാം മീം റാ അല്ലാഹുവിന് മാത്രമാണ് അറിവ്. താസീൻ താസീം മീം ഹമീം ഹമീം ഐൻ സീൻ ഖാഫ് കദാലിക യൂഹി ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക. എന്താണ് ഈ സന്ദേശം? ഹാമീം ഐൻ സീൻ ഖാഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഈ സന്ദേശം നൽകുന്നത്? അല്ലാഹുവിൻ്റെ ആ മുഴുവൻ ഉന്നതമായ വിശേഷ ഗുണങ്ങളോടും കൂടി ഒരാൾക്ക് അല്ലാഹുവിനെ അറിയാനുള്ള കഴിവ് ലഭിക്കുമായിരുന്നുവെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരു വിശേഷ ഗുണവും ലോകത്ത് ആർക്കും വകവെച്ചു കൊടുക്കാനില്ല. അതാണ് നിബിധങ്ങൾ പറഞ്ഞത്, ലൈസ ശൈഉൻ അഅ്ളമ ഇൻദല്ലാഹി മിൻ മുഅ്മിൻ. ഈമാൻ ഒരു വലിയ ഔദാര്യമാണ്, വലിയ വിശേഷ ഗുണമാണ് എന്നതുപോലെ തന്നെ ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ ഹൃദയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന ഗാലക്സികളെക്കാളും അതേ പ്രകാരം സമുദ്ര വസ്തുക്കളെക്കാളും ഭൂമിയിൽ കാണുന്ന മുഴുവൻ വസ്തുരാദികളെക്കാളും അതിൻ്റെ ശേഖരങ്ങളാകുന്ന സ്വർണ്ണ ഖനികളാകട്ടെ, അതുപോലെ ഇഷ്ടമായ നമ്മുടെ ജീവിതത്തിൽ നാം വിലമതിക്കുന്ന എന്തെല്ലാമാകട്ടെ, അതിനേക്കാളെല്ലാം ഉയർന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിന്റെ വധം അല്ലെങ്കിൽ ഒരു മുഅ്മിനെ അനർഹമായി വധത്തിന് വിധേയമാക്കുക എന്ന് പറയുന്നത് ലോകവും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവമേറിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ലഖത്തുൽ മുഅ്മിനിൻ അഅ്ളമു ഇൻദല്ലാഹ്. ഒരു മുഅ്മിന്റെ വിയോഗം അല്ലെങ്കിൽ ഒരു മുഅ്മിനെ അനർഹമായ നിലയിൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അല്ലാഹു ഗൗരവമായി കാണുന്ന യാഥാർത്ഥ്യമാണ്. ഈമാൻ അതിന് വലിയ അനുഗ്രഹമാണ്. മുഅ്മിൻ അത് ഈ ലോകത്ത് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ കവച്ചു വെക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിക്കുന്നത് ഓമനപ്പേരാണ്. അല്ലാഹു സ്ഥാനപ്പേരാണ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈ സത്യത്തെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് ലോകത്ത് മുഴുവനും നൽകുന്ന അംഗീകാരമാണത്. ഈ അംഗീകാരത്തെക്കാൾ വലിയ ഒരു അംഗീകാരം ആർക്കും നൽകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഒരു മുഅ്മിനേക്കാൾ
ഉന്നതമായ ഒരു വസ്തുവും ലോകത്തില്ല. ലൈസ ശൈഉൻ അഅ്ളമ ഇൻദല്ലാഹി മിൻ മുഅ്മിൻ. ഒരു മുഅ്മിനേക്കാൾ ആദരണീയമായ ഒന്നും ലോകത്തില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാകണം? അല്ലാഹു നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, അല്ലാഹു നമ്മുടെ നാവിലുണ്ടാകണം, അല്ലാഹു നമ്മുടെ കണ്ണിലുണ്ടാകണം, അല്ലാഹു നമ്മുടെ കേൾവിയിലുണ്ടാകണം, അല്ലാഹു നമ്മുടെ കരങ്ങളിലുണ്ടാകണം, അല്ലാഹു നമ്മുടെ കാലുകളിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും ലയിച്ചു ചേരുന്ന ഒരു വഹ്ദാനിയത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ലോകത്തുണ്ടാകുമോ? ആ കാലയളവ് വരെയും ലോകത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെല്ലാവരും സാധാരണ നിലയിൽ പറയുന്ന വാക്കാണ്, ഒരു മുഅ്മിനെ ഉള്ളിടത്തോളം കാലഘട്ടം ലോകം നശിപ്പിക്കുകയില്ല. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഈ ഹദീസും ഈ രണ്ട് വാക്കുകളുമായി ചേർത്ത് നോക്കൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു മുഅ്മിനേക്കാൾ ആദരണീയമായ ഒന്നുമില്ല. ഒരു മുഅ്മിന്റെ വിയോഗം അനർഹമായുള്ള അവനോട് അക്രമം കാണിക്കുക എന്നത് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളോടും അക്രമം കാണിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ടാണ് അല്ലാഹു അതിനെ കാണുന്നത്. ഈ നിലയിലെല്ലാം ഒരു മുഅ്മിനായി ജീവിക്കാൻ സാധിച്ചു, ഒരു മുഅ്മിന്റെ കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു, ഒരു മുഅ്മിനായിട്ട് ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞു. ഇത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, അല്ലാഹു നൽകിയ വലിയ സമ്പൂർണമായ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ലോകത്ത് ആർക്കും നൽകാൻ സാധ്യമാകയില്ല. നൽകാനുള്ള അവകാശവും അധികാരവും അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു ഏകനാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഏകത്വം ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ മാത്രം പരിമിതമാകുന്നതല്ല. അല്ലാഹു സമദ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തുടർന്ന് പറയുന്ന ഒരു അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ് സർവാശ്രയനാണ്. അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കൾ മുഴുവനും അല്ലാഹുവിനെ ആശ്രയിച്ചാണ് ലോകത്ത് നിലകൊള്ളുന്നത്. എന്തായിരുന്നാൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹത്വം, അല്ലാഹുവിൻ്റെ ആ ഈമാനികമായ വിശേഷ ഗുണം നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു പ്രവേശിപ്പിച്ചു തരുമാറാകട്ടെ. ഇത് അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരുകയില്ല, നമുക്കതിനെപ്പറ്റി വിശേഷിപ്പിക്കാൻ സാധ്യമാകില്ല. പിന്നെ നമ്മുടെ ദുർബലമായ സാഹചര്യങ്ങളും സാമൂഹികമായ അവസ്ഥകളും പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുലമ്പാമെന്നുള്ളതല്ലാതെ പറയാമെന്നുള്ളതല്ലാതെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവസുള്ളവനാണ്, അവനാണ് ജീവിതത്തിൻ്റെ ജീവനുകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു. ഏതെല്ലാം വസ്തുക്കളിൽ ജീവൻ്റെതായ അംശമുണ്ടോ അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനയാണ് ജീവൻ. ഹുവൽ ഹയ്യു, അവനാണ് ജീവന്റെ ആധിപത്യമുള്ളവൻ. അവർക്ക് ആ ഒരു ജീവിതത്തിന്റെ മുഴുവൻ ആധിപത്യവും അല്ലാഹുവിൽ മാത്രമായതിന്റെ പേരിലാണ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അതാണ് ചേർത്ത് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനേ ഇല്ല. എന്താണ് അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് പറയാനുള്ള കാരണം? ഹുവൽ ഹയ്യു, ജീവന്റെ എല്ലാവിധമായ കേന്ദ്രങ്ങളും അല്ലാഹുവിൽ നിന്നുമുള്ളതാണ്. അൽ ഖയ്യൂം, നിലനിൽപ്പിന്റെ മുഴുവൻ ആധികാരിക വിഷയങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഓരോരുത്തരും മാനസികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു അംഗീകാരവും സർട്ടിഫിക്കറ്റും ലോകത്താർക്കും ലഭിക്കുവാനില്ല. ഈമാൻ എന്ന് പറയുന്ന വിശേഷ ഗുണത്തിന്റെ അടിത്തറയിലാണ് നുബുവത്തുള്ളത്, റിസാലത്തുള്ളത്, വിലായത്തുള്ളത്. ഇതാണ് നമ്മൾ പറയാറുള്ളത്. പ്രവാചകന്മാരെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂൽ എന്ന് പറയുന്ന ഈ റസൂലിന്റെ ദൗത്യം ആരിലാണ് ഏൽപ്പിക്കപ്പെടുന്നത്? ഈമാനിലുള്ളവരിൽ മാത്രമേ അത് ഏൽപ്പിക്കപ്പെടുകയുള്ളൂ. ഈമാനില്ലാത്ത ഒരാളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസാനത്ത് നൽകില്ല, നബുവത്ത് നൽകില്ല, വിലായത്ത് നൽകില്ല, സുഹബത്ത് നൽകില്ല. സത്യത്തിന്റെ ഒരു വഴിയിലേക്കും ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പെർമിഷനും നൽകുകയില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കളുടെ എല്ലാം പ്രേരണയും അവരുടെ നിയന്ത്രണവും അവരുടെ പോക്കും ഇല താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇല ളുലുമാത്ത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത്. അവിശ്വാസികൾ ആരായിരുന്നാലും അവരുടെ നിയന്താവ്, അവരുടെ വക്താവ്, അവരെ നിയന്ത്രിക്കുന്നത് ഭൂതങ്ങളാണ്, ദുർഭൂതങ്ങളാണ്. ആ ദുർഭൂതങ്ങളെ അവരെ കൊണ്ടുപോകുന്നത് സത്യത്തിന്റെ പ്രകാശത്തിന്റെ വഴിയിൽ നിന്നും അന്ധകാരത്തിലേക്കാണ്. അല്ലാഹു വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ, ഈ ഈമാനിനെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വിശേഷ ഗുണമാകുന്ന നമസ്കാരം, ആ നമസ്കാരത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ഇൽമുമായി ദിക്റുമായി ബന്ധപ്പെടുവാൻ, കുടുംബാദികളുമായി സൽസ്വഭാവത്തിന്റെ അകലുകാരായി ജീവിക്കുവാൻ, മുആമലാത്തിൽ മുആശറാത്തിൽ അല്ലാഹുവുമായുള്ളതായ ബന്ധങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. നമ്മൾ പറയുന്ന 6 കാര്യങ്ങളുടെയും മുഴുവൻ അടിസ്ഥാനവും അല്ലാഹുവിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഈ 6 കാര്യങ്ങളും സൂക്ഷിച്ചു പോകുക എന്ന് പറയുന്നത് വഹ്ദാനിയത്ത് രൂഢമൂലമാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 6 കാര്യങ്ങളും ജീവിതത്തിൽ നിലനിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അവസാനത്തെ നിയന്ത്രണ ബിന്ദുവാണ്, അല്ലെങ്കിൽ രേഖയാണ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അല്ലാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക. അല്ലാഹുവുമായി ഒരു മനുഷ്യ ഹൃദയത്തെ അടുപ്പിക്കാൻ ആർക്കെങ്കിലും സാധ്യമായാൽ അതിനേക്കാൾ വലിയൊരു നന്മയും ആർക്കും ചെയ്യാനില്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ്, മുഴുവൻ ജനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്യുന്നത് ആ വഴിയിലാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യ കുലത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്? സത്യം കൊണ്ട് പ്രേരിപ്പിക്കുന്നവരാണ്, അസത്യം കൊണ്ട് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. ഈ വിശേഷ ഗുണങ്ങളുടെ പൂർത്തീകരണമാണ് അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം. ആ അല്ലാഹുവിലേക്കുള്ള ക്ഷണത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉന്നതമായ ഒരു മാർഗമാണ് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ മൈതാനി. അവിടെയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും എല്ലാ വ്യാഴാഴ്ചയും ഒരുമിച്ച് കൂടുന്നു. എന്തിൻ്റെ പേരിലാണ്? ആരെങ്കിലും ഇവിടെ പ്രസിഡന്റ് ഉണ്ടോ, സെക്രട്ടറി ഉണ്ടോ, അല്ലെങ്കിൽ മുത്തവല്ലി ഉണ്ടോ? ആരുമില്ല. ഈമാനിന്റെ ദഅവത്തിന്റെ അമാലിന്റെ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ സംഘം. വന്ന് ഇരിക്കിൻ, വരിൻ, നമുക്ക് ഈമാനികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ഇജ്ലിസ് ബിനാ നുഅ്മിൻ ബിനാ. അല്പം നേരം ഇരിക്കിൻ, ഈമാനിന്റെ കാര്യം പറയാം. ഇതല്ലേ ഇവിടെ ചർച്ചയുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള മജ്ലിസിൽ വന്നിരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. ആ മജ്ലിസിൽ ഇരിക്കുന്നവരെ കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആരെങ്കിലും ദൂരെ വന്ന് നിന്ന് വെയിറ്റ് ചെയ്യുന്നു, ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹമായി മുലാഖാത്ത് കണ്ടിട്ട് പോകാൻ, ആ മനുഷ്യനെ പോലും അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ, അഹ്കാമപരമായ വിധിപരമായ കാര്യങ്ങൾ അത് ഫുഖഹാക്കൾ പ്രവചിക്കട്ടെ, മുഹദ്ദിസീങ്ങൾ പറയട്ടെ, മുഫസ്സിരീങ്ങൾ പറയട്ടെ. അള്ളാഹുവിൻ്റെ ദഅവത്തിന്റെ വഴിയിലേക്കുള്ള മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ നുബുവത്തിന്റെ റിസാലത്തിന്റെ ഭാഗമാണ്. അത് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം വെച്ചു കൊടുത്തിട്ടുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. മുഅ്മിനീങ്ങളായ മുഴുവൻ ആൾക്കാർക്കും ആ വിശേഷ ഗുണം ഉണ്ടായേ മതിയാകുകയുള്ളൂ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഴുവൻ മാനവ കുലത്തിനു വേണ്ടിയും പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള, നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ സമുദായമാണ് നിങ്ങൾ എന്ന് ഈമാനുള്ളവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് എന്തിന്റെ പേരിലാണ്? എന്താ നിങ്ങളുടെ ഔന്നത്യത്തിന്റെ അടയാളം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ കൽപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നു. ഈ വഴിയിൽ നമുക്ക് നിബിധങ്ങളുടെ ഭാഗത്തിൽ കൂടി, നിബിധങ്ങളുടെ ജീവിത മേഖലകളിൽ ദഅവത്തിന്റെ മൈതാനിയിൽ തങ്ങൾ നേർക്ക് നേരെ ചെയ്തിട്ടുള്ള ദഅവത്തിന്റെ മൈതാനം എന്ന് പറയുന്നത് പരസ്യമായ നിലയിലുള്ള ഈ ദീനി ദഅവത്തിന്റെ അമാലുകളാണ്. ആ ദീനി ദഅവത്തിന്റെ അമാലുകളിലൂടെ സ്വീകരിച്ചു കൊണ്ട് വരുന്നവരെയാണ്
അസ്ഹാബു സുഫ എന്ന് വിശേഷിപ്പിക്കുന്നത്. നിബിധങ്ങൾ തങ്ങളുടെ മദീന മുനവ്വറയിൽ സുഫയിൽ വെച്ച് പഠിപ്പിച്ചത് ആരെയാണ്? സഹാബാക്കൾ പുറത്തു പോയി വിളിച്ചുകൊണ്ടുവരുന്ന, ദഅവത്ത് ചെയ്ത് വിളിച്ചുകൊണ്ടുവരുന്ന സഹാബാക്കളെയാണ് മുതഅല്ലിമീങ്ങളായി സ്വീകരിച്ചത്. നമസ്കാരക്കാരായ, അള്ളാഹുവിൻ്റെ സൽക്കർമ്മങ്ങൾ നശിക്കുന്നവരായ ഒരു വിഭാഗം ആൾക്കാരെ പോലെ തന്നെ കച്ചവടക്കാരായ ആൾക്കാർ, കൃഷിക്കാരായ ആൾക്കാർ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞുകൂടുന്നവർ എല്ലാവരെയും നേർക്ക് നേരെ ഒരു മുഅ്മിനായ മനുഷ്യനുമായി മുബാശറതൻ വമുശാഹദതൻ വമുശാഫഹതൻ, ഒരു മനുഷ്യനെ നേർക്ക് നേരെ ചുണ്ടോട് ചുണ്ട്, ഒരു മനുഷ്യന്റെ മുഖാമുഖം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ യഥാർത്ഥമായ മുഖപ്രസന്നത പ്രകടമാക്കുന്നത്, അർപ്പണം ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് വേണ്ടി മാത്രമാണ് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയും ഈ മുഖപ്രസന്നത അനിവാര്യമാണ്. ദഅവത്തിന്റെ വഴിയിൽ ഉലമാക്കൾ പറഞ്ഞു തരുന്ന തശ്കീലിന്റെ അല്ലെങ്കിൽ ഗശ്തിന്റെ അല്ലെങ്കിൽ ഹഫ്തവാരി ഇജ്തിമാഇന്റെ 3 ദിവസത്തെ ജമാഅത്തിന്റെ ജില്ലയുടെ 4 മാസത്തിന്റെ വർഷത്തിന്റെ എല്ലാ ആധികാരികമായ വിഷയങ്ങളും ചെന്നടങ്ങുന്നത് വഹദാനിയത്തിലേക്കാണ്. അല്ലാഹുവുമായുള്ള നിന്റെ ബന്ധം അത് നിലനിന്ന് പോകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു 40 ദിവസം അല്ലാഹുവിന് കൊടുക്കൻ, ദീനിന് കൊടുക്കൻ, മാസത്തിൽ 3 ദിവസം അല്ലാഹുവിന് കൊടുക്കൻ, ദീനിന് കൊടുക്കൻ, ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ഗസ്തിൽ പങ്കെടുക്കൻ, അടുത്ത മഹല്ലത്തിലെ ഗസ്തിൽ പങ്കെടുക്കൻ, അതാത് മഹല്ലത്തുകളിൽ നടക്കുന്ന തഅലീമിൽ പങ്കെടുക്കൻ, വീടുകൾ നടക്കുന്ന സ്ത്രീകളുടെ തഅലീമിൽ പങ്കെടുക്കൻ തുടങ്ങിയുള്ള ഈ കർമ്മങ്ങളൊന്നും ഒരാളുടെയും അംഗീകാരമോ അഡ്രസ്സോ ആരെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. കരുനാഗപ്പള്ളി മർക്കസിന്റെ അമീറിന്റെ സ്ഥാനം ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടല്ല. ആ കരുനാഗപ്പള്ളി മർക്കസിലെ അമീറും ഈ പരിസരവാസികളായ മുഴുവൻ മുഅ്മിനീങ്ങളും അവരുടെ ഓരോരുത്തരുടെയും മനോമുഖരങ്ങൾ അല്ലാഹുവുമായി ബന്ധിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുവിനെ പറ്റി പറയുന്നു, റസൂലിനെ പറ്റി പറയുന്നു, ദീനിനെ പറ്റി പറയുന്നു. ഇതല്ലാതെ വേറെ എന്താ പറയുന്നത്? വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ പറ്റി പറയുന്നു, മരണം പറയുന്നു, ഖബർ പറയുന്നു, ബർസഖിയായ ജീവിതം പറയുന്നു. നമ്മളെ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയാലും പറയുന്നത് ഇത് തന്നെയാണ്. ഗസ്തിനെ പറ്റി പറയുന്നു, ഈ അമലുകളുമായി ബന്ധപ്പെടാൻ വേണ്ടി പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അല്ലാഹുവുമായുള്ള ബന്ധം നിലനിന്നു പോകാൻ ഇബാദത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായ ഇബാദത്തിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വലിയ അമലാണ് ദഅവത്ത് ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം. മുഴുവൻ മനുഷ്യ മനസ്സുകളെയും അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കാൻ ആർക്കെങ്കിലും സാധ്യമായാൽ അവന് കിട്ടുന്ന നന്മ തുല്യതകളില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിൽ പരിശ്രമിക്കുവാനും, പ്രത്യേകിച്ചും വരാനിരിക്കുന്ന ഇനി ഏകദേശം ചില്ലറ ദിവസങ്ങൾ മാത്രമാണ് പെരുമ്പാവൂർ നടക്കുന്ന സമ്മേളനം. നമ്മൾ എന്ത് ചെയ്തു അതിനു വേണ്ടി? നമ്മൾ ആരെ പണ്ടു, ആരോടൊക്കെ പറഞ്ഞു, എന്തെല്ലാമോ മശൂറുകൾ, എല്ലാവരെയും ഓരോ വിഭാഗത്തിലുള്ളവരെ ഒരുമിച്ച് കൂട്ടി പരിശ്രമങ്ങൾ നടക്കുന്നു. പക്ഷെ നമ്മളുടെ മനസ്സ് തുറന്ന് ആരോടെങ്കിലും പറഞ്ഞോ? നമ്മൾ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അയൽവാസികളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബാദികളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിലയിരുത്തിന്, ആലോചിക്കുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിജയത്തിന് വേണ്ടി, അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈമാനിൻ്റെ വിജയമാണ്, ദീനിൻ്റെ വിജയമാണ്. വേറെ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ വെറും ദീൻ മാത്രം, വെറും ലില്ലാഹി മാത്രം, വെറും റസൂല് മാത്രം, നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആർക്കെങ്കിലും ദീനിയായ മൈതാനിയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കെല്ലാമുള്ള കവാടമാണ് ദഅവത്തെ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ. നമ്മളെ സംബന്ധിച്ച് പറയാൻ, നമ്മുടെ സ്തുതികീർത്തനങ്ങൾ പറയാൻ, അത് കേൾക്കാൻ, അത് പറയാൻ നമുക്ക് വലിയ ആവേശമായിരിക്കും. പക്ഷേ എൻ്റെ അല്ലാഹുവിനെ പറ്റി പറയാൻ, എൻ്റെ നിബിധങ്ങളെ പറ്റി പറയാൻ, എൻ്റെ ദീനിനെ പറ്റി പറയാൻ ആർക്കാണ് സമയമുണ്ടാകുക? ആർക്കാണ് സാഹചര്യം ലഭിക്കുക? അതുകൊണ്ടാണ് ഈ ദുന്യവിൻ്റെ സാഹചര്യങ്ങൾ നിലകൊണ്ടുകൊണ്ട് നമുക്കൊരിക്കലും ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ സാധ്യമാകാത്ത ഒരു വിശേഷ ഗുണമായതിൻ്റെ പേരിലാണ് മാറി നിൽക്കിൻ, 3 ദിവസം മാറി നിൽക്കിൻ, 10 ദിവസം മാറി നിൽക്കിൻ. റമദാനിൻ്റെ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എല്ലാവരുടെയും കൽപ്പന ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ഒപ്പം നമ്മൾ കാണുന്നവരോട് നമ്മൾ ഓരോരുത്തരും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും
അവരെ ക്ഷണിച്ചു കൊണ്ടുപോയി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ദീനിനെ പരിചയപ്പെടുത്തി, ദീനിൻ്റെ ദഅവത്തിൻ്റെ മൈതാനിലേക്ക് ഓരോരുത്തരെയും അണിചേർക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.